ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവന്റ് കോപ്പിയിങ് എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. നമ്മുടെ ക്ലയന്റുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വെഡിങ് കമ്പനിയുടെ ഡിസൈൻസ് നമുക്ക് അയച്ചു തരികയും ആ ഡിസൈൻ അങ്ങനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യണമെന്നാണ് കുറെ ക്ലയന്റുകൾ നമ്മളോട് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ ഇഷ്ടങ്ങളായിരിക്കാം ഒരു പക്ഷേ നമുക്ക് അയച്ചു തരുന്നത്. ആ ഡിസൈനെ അങ്ങനെ തന്നെ നമ്മൾ കോപ്പി ചെയ്യാതെ അതിൽ നിന്നുള്ള എലമെന്റുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ എലമെന്റുകളാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയും ആ എലമെന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ എടുക്കാം. അതല്ലാതെ ആ എൻറ്റയർ ഡിസൈൻ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണ ഒരു പ്ലാനർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആസ് എ വെഡിങ് പ്ലാനർ എന്ന് പറഞ്ഞാൽ അവൻ അവരുടെ ക്ലയന്റുകളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഒരു തീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സിനാരിയോനെ കുറിച്ച് പറയുമ്പോൾ സിനാരിയോയുടെ ഉള്ളിൽ തന്നെ അത്തരം തീമുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഡിസൈനേഴ്സ് നമുക്കുണ്ട്. അത്തരം ആ ഡിസൈനേഴ്സ് ആണ് ഇത്തരത്തിൽ മൂഡ് ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യുക. അവർ ഒരു എൻറ്റയർ ടീമായി വെഡിങ് പ്ലാനേഴ്സും ഡിസൈനേഴ്സും എല്ലാം കൂടി ഇരുന്ന് ഒരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യും. ആ മൂഡ് ബോർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലയന്റിനോട് നമ്മുടെ ഇവന്റുകളെ കുറിച്ച് സംസാരിക്കും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കാണ് നമ്മൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 3D ഡ്രോയിങ്ങും എല്ലാം നമ്മൾ ഉണ്ടാക്കി ഒരു വാക്ക് ത്രൂ വീഡിയോ എല്ലാം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഇവന്റിലേക്ക് പോകുന്നത്.